ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ദേവ്സ് ടിപ്സ്. ഞാൻ ദിവ്യ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഫേസ് പാക്ക് നിങ്ങൾ കണ്ടു കാണും. നമ്മൾ ഇന്ന് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ കൊറിയൻ ഗ്ലാസ് സ്കിൻ എന്നൊക്കെ പറയുന്നുണ്ട്. അവരുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഒന്നിൽ റൈസ് ഫ്ലോർ ആയിരിക്കും, അല്ലെങ്കിൽ റൈസ് വാട്ടർ, അല്ലെങ്കിൽ നമ്മളുടെ ചോറ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ മെയിൻ താരം എന്ന് പറയുന്നത് അരിപ്പൊടിയാണ്. നമ്മൾ ഓൾറെഡി അരിപ്പൊടി വെച്ച് ഒരുപാട് പായ്ക്കുകൾ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പായ്ക്ക. പിന്നെ അതേപോലെ തന്നെ ഇത് നമുക്ക് ഉണ്ടാക്കി വെക്കുമ്പോൾ 1 വീക്കിലേക്കൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ നമുക്കൊരു എയർ ടൈറ്റനായിട്ടുള്ള ഒരു പാത്രത്തിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ഇത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ 1 ടൈം, നമ്മുടെ മിക്ക പായ്ക്കുകളും അങ്ങനെ ആണല്ലോ, നമ്മൾ 1 ടൈം അല്ലേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാനുള്ളത് 1-2 പായ്ക്കുകളൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ പായ്ക്ക് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പായ്ക്ക. അപ്പോൾ അത് അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് ഇതിന്. പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സ്കിൻ നല്ല ഗ്ലോ ആവാനും ബ്രൈറ്റൻ ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പായ്ക്ക. പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മൾ 1 ടൈം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് വരും. നമ്മളുടെ സ്കിന്നൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആവും. അതേപോലെ തന്നെ നമ്മളുടെ പിഗ്മെൻറ്റേഷനും ടാനും ഒക്കെ മാറി സ്കിൻ നല്ല ബ്രൈറ്റൻ ആവാൻ ഹെൽപ്പ് ചെയ്യും 1 ടൈം യൂസ് ചെയ്യുമ്പോൾ തന്നെ. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ആക്കുമ്പോൾ നമ്മളുടെ സ്കിൻ നല്ലപോലെ ബ്രൈറ്റൻ ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അതേപോലെ നമ്മളുടെ പിമ്പിൾസ് സ്കാർസ് ഒക്കെ മാറാൻ അടിപൊളിയായിട്ടുള്ളൊരു പായ്ക്ക. അപ്പോൾ ഇത് 2-3 ഇൻഗ്രീഡിയൻസ് കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, അരിപ്പൊടി മാത്രമല്ല. അപ്പോൾ അരിപ്പൊടി തന്നെ നമ്മൾ പ്രത്യേക ഒരു രീതിയിലാണ് ഇത് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടുതലുള്ള ബെല്ലൈക്കനോട് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പായ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യം എടുത്തേക്കുന്ന 1 കപ്പ് വെള്ളമാണ്. അതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. തരിയില്ലാത്ത അരിപ്പൊടി എടുക്കണേ. ഇടിയപ്പപ്പൊടി അങ്ങനത്തെ അരിപ്പൊടി ഉണ്ടല്ലോ, അതെടുക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ കുറുക്കിയെടുക്കുന്ന കൺസിസ്റ്റൻസി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കണം. അത് കഴിഞ്ഞ് ആറി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ഈ ഒരു കൺസിസ്റ്റൻസി, നമ്മുടെ ക്രീമൊക്കെ പോലത്തെ കൺസിസ്റ്റൻസി കിട്ടും. ഇതിലോട്ട് നമുക്ക് 1-2 സാധനങ്ങളൂടെ ആഡ് ചെയ്യാം. ആദ്യം ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂണോളം ഗ്ലിസറിൻ ചേർക്കുന്നുണ്ട്. പിന്നെ തേനാണ് വേണ്ടത് 1 ടീസ്പൂണോളം. എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ അരിപ്പൊടി കുറുക്കിയത് മാത്രമായിട്ട് നമ്മുടെ മുഖത്തിടാനും നല്ലതാണ്, പക്ഷേ കുറച്ചുകൂടി ഇഫക്റ്റ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിത് മുഖത്തൊക്കെ തേച്ച് പിടിപ്പിക്കാം, മുഖത്തും കഴുത്തിലും ഒക്കെ തേച്ച് പിടിപ്പിക്കാം. ബാക്കി വരുന്നത് ഈ അരിപ്പൊടി ഉണ്ടാക്കിയ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ആ കുറുക്കിയെടുത്ത മിക്സ്, അത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. പക്ഷേ ഈ മിക്സ് ചെയ്തേക്കുന്ന ബാക്കി ഗ്ലിസറിനും തേനൂടെ ചേർത്ത് മിക്സ് ചെയ്തേക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ഉണ്ടല്ലോ, നമ്മളുടെ ആ ഒരു പായ്ക്ക്, അത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. അത് കേടായിപ്പോവും, അതിനത്ര എഫക്റ്റ് വരത്തില്ല. പക്ഷേ നമ്മൾ അരിപ്പൊടി കുറുക്കി എടുത്തേക്കുന്നത് ബാക്കി വരുമ്പോൾ നമുക്കതെടുത്ത് കുറച്ച്, നമുക്കിപ്പോൾ ആവശ്യത്തിനെടുത്തിട്ട് 1 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോ എടുക്കുക. ബാക്കി എടുത്തിട്ട് ഒരു എയർ ടൈറ്റനായിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ നമുക്ക് 1 വീക്ക് വരെ അത് യൂസ് ചെയ്യാം. അതൊന്ന് ശ്രദ്ധിക്കുകയാണ്. 20 മിനിറ്റ് ഞാനിത് വെക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുന്നുണ്ട്. അപ്പം ഞാൻ പോയി ഫേസ് വാഷൊക്കെ ഇട്ട് കഴുകിയിട്ട് വന്ന റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത്. നന്നായിട്ട് ബ്രൈറ്റൻ ആയിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ടുണ്ട്, അതേപോലെ തന്നെ സ്മൂത്തൻ ആയിട്ടുണ്ട്. അടിപൊളിയാണ്. പിഗ്മെൻറ്റേഷനും ഒക്കെ മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട്, ബ്രൈറ്റൻ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ എനിക്ക് കിട്ടിയ റിസൾട്ട്. 1 ടൈം യൂസ് ചെയ്തപ്പോൾ തന്നെ നല്ലപോലെ ബ്രൈറ്റൻ ആയിട്ടുണ്ട്, നല്ലപോലെ ഗ്ലോ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 1 വീക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ പിമ്പിൾസ് സ്കാർസ് ഒക്കെ മാറി മുഖം നല്ല ക്ലിയർ സ്കിൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പായ്ക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കൊറിയൻ സ്കിന്ന്, കൊറിയൻ ഗ്ലാസ് സ്കിൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പായ്ക്കുകൾ നിങ്ങളിപ്പോൾ ഓൾറെഡി കണ്ടു കാണും. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ളൊരു പായ്ക്ക, നല്ല ബെനിഫിറ്റാണ്. നിങ്ങളിത് 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടും ഒരു ഫോട്ടോ അതിന് മുന്നേ എടുത്ത് വെക്കണം. അത് കഴിഞ്ഞ് 7 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു എന്താ പറയുക, ബ്രൈറ്റ്നസ് ഒക്കെ കുറച്ചിട്ടിട്ട് നമ്മളൊരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ് എല്ലാവർക്കും. അത് എസ്പെഷ്യലി എന്താ പറയുന്നത്, ആൺ പെൺ വ്യത്യാസമില്ലാതെ നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പായ്ക്ക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാൻ മറക്കല്ലേ. പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.